അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള നമ്മുടെ ലോട്ടസ് ഡിസൈൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു പട്ടുപാവാടയിലേക്ക് നമുക്കിന്ന് ലോട്ടസ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നും കൂടി സ്വാഗതം. ആദ്യമേ ഞാൻ സ്കേർട്ടിലേക്കുള്ള ലോട്ടസ് ഡിസൈൻ ഞാൻ ചെയ്ത് വെച്ചായിരുന്നു, പകുതി ചെയ്ത് വെച്ചു. അതിലിനി നമ്മുടെ ലീഫും പിന്നെ സ്റ്റെമും അതൊക്കെ ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയാണ് ടോപ്പിൻ്റെത് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ആദ്യമേ ഞാൻ അളവെല്ലാം നോക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഡിസൈൻ ട്രേസ് ചെയ്ത് കൊടുക്കാൻ അടിയിൽ ഞാൻ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അത് റെഡ് കളർ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വേറൊരെണ്ണം ചെയ്തായിരുന്നു ഗോൾഡൻ്റെ, അതെനിക്ക് പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും റെഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ റെഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കൈ വെച്ച് ഒത്തിരി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഡ്രസ്സിലേക്ക് നല്ല വൃത്തിയായിട്ട് റെഡ് കളറ് പതിഞ്ഞങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് സൂക്ഷിച്ച് വേണം നമ്മൾ റെഡ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. അങ്ങനെ ട്രേസിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഞാനൊരു കാര്യം പറയുവാണ്, ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ വലിയൊരാളൊന്നുമല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് അധികമായിട്ട് പറയാനും അറിയില്ല. എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ച് ഞാൻ ചെയ്തതാണ് ഈ പെയിൻറ്റിങ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടി നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. നല്ല അടിപൊളി ഡിസൈൻസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ആ കുട്ടിയോട് പോയി ചോദിച്ചു, എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എന്ന്. ആദ്യമേ ആ കുട്ടി നല്ല വൃത്തിയായിട്ട് എന്നെ പുച്ഛിച്ച് നല്ല രീതിയിൽ അപമാനിച്ചു വിട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ തനിയേ ഇരുന്ന് പഠിച്ചെടുത്തതാണ് ഈ പെയിൻറ്റിങ്. ഫാബ്രിക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യണം, ഏത് പെയിൻറ്റ് യൂസ് ചെയ്യണം എന്നെല്ലാം ഞാൻ തനിയെ പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വർക്ക് ചെയ്തിട്ട് അതാരെങ്കിലും കണ്ടിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷവും തോന്നാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഡിസൈൻ കണ്ടിട്ട് ഓരോരുത്തർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയും, ഞാൻ ഒരു എക്സ്പേർട്ടൊന്നുമല്ല, ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ അവർ പറയും, ഇതിൽ ചെയ്തേക്കുന്നത് പോലെ അറിയാവുന്ന പോലെ ചെയ്ത് തന്നാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത് കൊള്ളാമെന്ന് പറയുമ്പോൾ എന്തോ കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി അന്ന് അങ്ങനെ പറഞ്ഞു നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അന്ന് എന്നെ ആ കുട്ടിയെ അപമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നീടിരുന്നത് ഇതെങ്ങനെയെങ്കിലും എനിക്കിത് പഠിച്ചെടുക്കണം എന്ന് തോന്നി ഞാനിത് ട്രൈ ചെയ്ത് നോക്കാനും പിന്നീട് പ്രാക്ടീസ് ചെയ്താണ് ഇതുവരെ എത്തിയത്. ഇപ്പം എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദയ്യം എൻ്റെ മുൻപിരിക്കുന്ന ഈ സാധനം. ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ, ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന എൻ്റെ റിങ്ങിനെ അവൾ ചവിട്ടി പൊട്ടിച്ചു. ഇപ്പോൾ എനിക്ക് ക്ലിപ്പ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് റിങ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പണിയലാണ് അവളുടെ മെയിൻ വിനോദം. ഇതാ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പെയിൻറ്റും എടുത്ത് കയ്യിലും കാലിലും എല്ലാം അവൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് തുണിയും വേണ്ട, ഒന്നും വേണ്ട. അവളുടെ ഡ്രസ്സ് എല്ലാം ഊരിക്കളഞ്ഞിട്ട് അവളുടെ കാലിലേക്ക് പെയിൻ്റ് അടിച്ച് വെക്കലാണ് ഇപ്പോൾ അവളുടെ മെയിൻ പരിപാടി. പിന്നെ ലാസ്റ്റ് ഞാൻ അവളെ ഒന്ന് ഉറക്കി കിടത്തിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ പെയിൻറ്റിങ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പണ്ട് സ്കൂളിൽ അത്രയേറെ എൻ്റെ മനസ്സിൽ കൊള്ളിച്ച് അങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞ ആ കുട്ടിയോട് ഇപ്പം എനിക്ക് താങ്ക്സ് തോന്നാറേ ഉള്ളൂ. പണ്ടൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമവും എനിക്കൊരു കഴിവും ഇല്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കിതൊക്കെ എൻ്റെ കഴിവാണ്, ഞാനും ഒന്നിനും കൊള്ളാത്തവളല്ല എന്നൊക്കെ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ കുറിച്ച് അധികം അറിയില്ല, ഞാനും ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇനി അത് തെറ്റിപ്പോവുകയാണെങ്കിലോ എന്നൊരു പേടി കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലീഫും കൂടി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആ സ്റ്റെമ്മും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ലോട്ടസ് പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആവാറായി.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കെന്ന് പറയുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഓണത്തിന് ഇടാനായിട്ട് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.